നാം ഇന്ന് വസ്ത്രത്തിൻ്റെ പേരും മറ്റുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ വസ്ത്രത്തിന് അറബിൽ പറയും സൗബ്. സൗബുന്നാണ് ഫുൾ സ്റ്റോപ്പ് ആയതുകൊണ്ട് സൗബ് എന്ന് പറഞ്ഞു. സൗബ് വസ്ത്രം. സൗബ് എന്ന് പറഞ്ഞാൽ വസ്ത്രം. നഅല്, ഇത് ഐന, നഅല് ചെരിപ്പ്. ചെരുപ്പിന് വേറൊരു അർത്ഥത്തിലും വരുന്നുണ്ട്, അത് ഞാൻ പരിചയപ്പെടുത്തും. സൗബ് വസ്ത്രം, നഅല് ചെരിപ്പ്, നഅല് ചെരിപ്പ്. രിദാ തട്ടം, മേളിൽ ഇടുന്ന തട്ടത്തിന് പറയുന്നതാണ് രിദാ തട്ടം. തട്ടം. സൗബ് വസ്ത്രം. നഅല് ചെരിപ്പ്. രിദാ തട്ടം. അടുത്തത് ഹരീർ. പട്ട്. ഹരീർ എന്ന് പറഞ്ഞാൽ പട്ട്. ഹരീർ പട്ട്. ഇനി മൽബസ് എന്ന് പറഞ്ഞാലും വസ്ത്രമെന്നാണ്, സൗബെന്ന് പറഞ്ഞാലും വസ്ത്രമെന്നാണ്. അപ്പോൾ ഇതൊക്കെ പര്യായ പദത്തിൽ പെടുന്നതാണ്. സൗബെന്ന് പറഞ്ഞാലും വസ്ത്രം, മൽബസ് എന്ന് പറഞ്ഞാലും വസ്ത്രം. സൗബ് വസ്ത്രം, മൽബസ് വസ്ത്രം. രണ്ട് പദമാണ് ഒരേ അർത്ഥത്തിലുള്ളത്. മൽബസ് വസ്ത്രം, മൽബസ് വസ്ത്രം. അടുത്തത് ബന്തലൂൻ പാൻസ്. നമ്മൾ പാൻറ്റ് എന്ന് പറയും, പാൻസ്. ബന്തലൂൻ പാൻസ്. ബന്തലൂൻ പാൻസ്. അടുത്തത് ജെയ്ബുന്നാണ് ഫുൾ സ്റ്റോപ്പിൻ്റെ അവസരത്തിൽ ഇത് സുക്കൂനിൽ സ്റ്റോപ്പ് ചെയ്യുന്നത്. ജെയ്ബ് പോക്കറ്റ്. ജെയ്ബ് പോക്കറ്റ്. അടുത്തത് ഹൈദാ ചെരിപ്പ്. ചെരിപ്പ്. നമ്മൾ നഅലെന്ന് ആദ്യം പഠിച്ച്, നഅലെന്നും ചെരുപ്പിന് പറയും. നഅല് ചെരുപ്പ്, നഅല് ചെരിപ്പ്. ഹൈദാഇൻ്റെ പേരും അറബിൽ രണ്ട് പര്യായ പദത്തിൽപ്പെട്ടതാണ്. ഹൈദാ എന്ന് പറഞ്ഞാലും ചെരിപ്പെന്നാണ്. നഅല് ചെരുപ്പ്, ഹൈദാ ചെരുപ്പ്. രണ്ടും ഒരേ പദമാണ്, ഒരേ അർത്ഥത്തിലാണ്. രണ്ട് വ്യത്യസ്ത പദങ്ങളാണ്, അർത്ഥം ഒന്നാണ്. നഅല് ചെരിപ്പ്, ഹൈദാ ചെരുപ്പ്. ഇനി ഹൈസാം ബെൽറ്റ്. ബെൽറ്റ്. അടുത്തത് മിന്ദീൽ ടവൽ. ടവൽ. സൗബ് വസ്ത്രം. നഅൽ ചെരിപ്പ്. രിദാ തട്ടം. മേൽത്തട്ടത്തിന് നമ്മൾ പറയുന്നത് രിദാ തട്ടം.
ഹരീർ പട്ട്, ഹരീർ പട്ട്. മൽബസ് വസ്ത്രം, മൽബസ് വസ്ത്രം. സൗബ് എന്ന് പറഞ്ഞാലും വസ്ത്രം എന്നാണ്, മൽബസ് എന്ന് പറഞ്ഞാലും വസ്ത്രം എന്നാണ്. അടുത്തത് ബന്തലൂൻ, ബന്തലൂൻ പാൻസ്, ബന്തലൂൻ പാൻസ്. ജൈബ്, ജൈബ് പോക്കറ്റ്, ജൈബ് പോക്കറ്റ്. ഹൈദാ ചെരിപ്പ്, ഹൈദാ ചെരിപ്പ്, ഹൈദാ ചെരിപ്പ്. നൈലെന്ന് പറഞ്ഞാലും ചെരിപ്പെന്നാണ്, ഹൈദാ എന്ന് പറഞ്ഞാലും ചെരിപ്പെന്നാണ്. നൈല് ചെരിപ്പ്, ഹൈദാ ചെരിപ്പ്. ഇനി അടുത്തത് ഹൈസാം, ഹൈസാം ബെൽറ്റ്, ഹൈസാം ബെൽറ്റ്. മിന്ദീൽ, മിന്ദീൽ ടവൽ, മിന്ദീൽ ടവൽ, മിന്ദീൽ ടവൽ.